നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ബോട്ടിലിൽ ഒരു എം ടി ആയിട്ടുള്ള ബോട്ടിലിൽ ഫ്രീ ഹാൻഡായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളർ ബോട്ടിലായാലും കുഴപ്പമില്ല, വൈറ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഞാനിതിൽ ഒരു പെയിൻറ്റ് ചെയ്യാൻ പോണത് ഇത് ചോക്ക് പെയിൻ്റാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ചോക്ക് പെയിന്റ് അല്ലെങ്കിൽ ഫാബ്രിക് ആക്രിലിക് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ചോക്ക് പെയിന്റിന് കുറച്ച് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. കുറച്ച് ഡാർക്ക് കളറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇത് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുവാണ്. ഇതിപ്പോൾ നമ്മൾക്ക് 2-3 കോട്ടൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ഒരു കോട്ടിൽ നമുക്ക് ഫിനിഷിങ് കിട്ടില്ല. ബ്രഷ് വെച്ച് തന്നെ ഞാൻ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സ്പോഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനത് ബ്രഷ് വെച്ച് അത്യാവശ്യം ഫിനിഷിങ്ങിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കത് എന്താ അല്ല ഫിനിഷിങ്ങിൽ വരുന്നുണ്ട്. ഒരു 3 കോട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെയാണ് കംപ്ലീറ്റ് കൊടുക്കുക. നമുക്ക് ഒരു കോട്ട് കൊടുത്ത് ഉണങ്ങിയിട്ട് അടുത്ത കോട്ട് അങ്ങനെ ഒരു 3 കോട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് പെയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റ് ഫിനിഷ് പെയിന്റ് ആണ് കേട്ടോ. അത് നമ്മളെ ഗ്ലോസി അല്ല. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് അക്രിലിക് പെയിന്റ് ആണ്, ഗ്രീൻ കളർ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ഷെയ്ഡും കൂടെ കൊടുത്തു വെക്കാം. അപ്പോൾ ഇത് ഗ്രീൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് എടുക്കാം. ഞാനിപ്പോൾ ഇതിപ്പോൾ സ്പോഞ്ചിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്കിതിങ്ങനെ പതുക്കെ കുത്തി കുത്തി കൊടുക്കാം. മുഴുവനായിട്ടും വേണ്ട, നമുക്ക് ഏകദേശം ഇത്രയും ഏരിയയിലേക്ക് മാത്രം മതിയാവും. പിന്നെ നമ്മൾക്ക് താഴേന്നും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നമുക്ക് റൗണ്ട് ചുറ്റും ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ താഴെയും ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ മുകളിലേക്ക് വരുന്തോറും ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന രീതിയിൽ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. മുഴുവനായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പം മുകളിലേക്ക് വരുമ്പോൾ വളരെ ലൈറ്റായിട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമുക്ക് നിർത്താം. ഇങ്ങനെ പോകണം. നമുക്കതിങ്ങനെ ചുറ്റിനും ചെയ്യണം. അത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ അടിച്ച് സ്പോഞ്ച് വെച്ച് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കയറ്റി ഇവിടെയും ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിനെടുത്തിരിക്കുന്നത് അക്രിലിക് പെയിന്റ് ആണ്. ഇത് മെറ്റാലിക് ആണ്. ഇത് സാധാരണ മാറ്റി ഫിനിഷ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു പാരറ്റിലേക്ക് എടുത്തിട്ടിട്ട് ഇത് ഫ്രീ ഹാൻഡായിട്ട് വർക്ക് ചെയ്യാനാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണത്. കാരണം പെയിന്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് ഇതാണെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രഷ് 00 ആണ്, ഹെയർ ബ്രഷാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് ചെയ്യണത്. പതുക്കെ ബോട്ടിൽ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് പെയിന്റിൽ ബ്രഷ് ഡിപ്പ് ചെയ്ത് നമ്മൾ വരച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഓരോ പെറ്റലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ വെച്ച് പോയാൽ മതി. വളരെ എളുപ്പമാണ്. ഇത് ആദ്യം ഒന്ന് കുറച്ച് വേണമെങ്കിൽ ഒരു പേപ്പറിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് ചെയ്താലും മതി. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, അടുപ്പിച്ച്. നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ഒരു വർക്കും നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ ചെയ്ത് വെക്കാം. കുറച്ച് സമയവും മതി. നമുക്ക് ആ പെയിന്റ് അടിക്കുമ്പോൾ ഉണങ്ങാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ബ്രഷിനനുസരിച്ച് പെറ്റലിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അല്ലാണ്ട് ഏത് ബ്രഷ് ഇപ്പോൾ 00 അല്ലെങ്കിൽ നമ്പർ 2 ഒക്കെ വെച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ബ്രഷിലെ കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഫ്ലവറിൻ്റെ ഷേപ്പിന് നമുക്ക് ഫ്ലവറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെയ്ത് കൊടുക്കുക.
ഇപ്പം ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. കുറച്ച് യെല്ലോ പെയിന്റ് എടുത്തിട്ട് അക്രിലിക് തന്നെയാണ്. അപ്പം ഞാൻ യെല്ലോ ആണ് എടുത്തേക്കണത്. യെല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓറഞ്ച് ആ കളർ റെഡ് എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല. ഞാനിത് ഇതിലേക്ക് നമ്മൾക്ക് ഇതിൻ്റെ മിഡിലൊന്ന് കുത്തി കൊടുക്കാനാണ്. ജസ്റ്റ് അതിൻ്റെ എല്ലാത്തിൻ്റെ മിഡിലിൽ നമുക്കിതിങ്ങനെ യെല്ലോ കൊടുക്കാം. ഇതിപ്പോൾ വളരെ ഈസി അല്ലേ, കാരണം നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ആ ബ്രഷ് വെച്ചിട്ട് ഇപ്പോൾ ഈ ബ്രഷ് വെച്ച് പോലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാം. ഞാൻ നമ്പർ 2 എടുത്തതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾക്ക് ചെറുതായിട്ട് ഓരോ വരകളും കൂടി ഇങ്ങനെ കൊടുക്കാം ഇത് വെച്ചിട്ട് തന്നെ. ഈ എല്ലാം വളരെ തിന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ വരകളും കൂടെ കൊടുക്കാൻ വേണമെങ്കിൽ. ഇതിപ്പോൾ നമ്മളിത് ഇതിൻ്റെ മിഡിലിൽ ഇങ്ങനെ യെല്ലോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. നമ്മൾക്കിങ്ങനെ മിഡിലായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ബ്രഷ് തിന്നാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഓരോ ലൈൻസ് ചുമ്മാ കൊടുക്കാം. നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. വളരെ തിന്നായിട്ട് കൊടുത്താൽ മതി. തിന്നായിട്ടും കൊടുത്താൽ മതി, വളരെ ലൈറ്റായിട്ടും കൊടുത്താൽ മതി. അത്ര ഹാർഡായിട്ട് വേണമെന്നില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്തോറും ചെറുതായിട്ട് പിന്നെ ആ ലൈൻസ് ഒന്നും വേണ്ട, ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്താലും മതി ചെറുതായിട്ട്. അതിൻ്റെ പുറത്തേക്കൊന്നും പോകണ്ട, നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ്. എല്ലാം വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാർണിഷ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ബ്രഷ് വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.